കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പുതുതായിട്ട് മേടിച്ച കുറച്ച് ഈ ഒരു ടൈപ്പ് ബോഡിക്കോൺ ഡ്രസ്സുകളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ബോഡിക്കോൺ ഡ്രസ്സ് മേടിക്കുന്നതുകൊണ്ടുള്ള മെറിറ്റും ഡിമെറിറ്റും അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ബോഡിക്കോൺ ഡ്രസ്സ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കാം. ഇത്തരത്തിലുള്ള ബോഡിക്കോൺ ഡ്രസ്സ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബോഡി കർവിനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം മുന്നിൽ നിർത്തിക്കൊണ്ടാണ്. ഇനി ആര് തന്നെ ധരിച്ചിട്ടുണ്ടെങ്കിലും, എത്ര ബോഡി ഷേപ്പ് കുറവുള്ളവർ ധരിച്ചിട്ടുണ്ടെങ്കിലും, ഒരു അവർ ഗ്ലാസ് ബോഡി കർവ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലേക്ക്, ആ ഒരു രീതിയിലേക്ക് ഷോക്കേസ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ ഒരു ബോഡിക്കോൺ ഡ്രസ്സ് മാറിയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കുള്ളതിനേക്കാളും കുറച്ചുകൂടി ഒരു ബോഡി കർവ് കാഴ്ചക്കാരിൽ ഫീൽ ചെയ്യുകയും ചെയ്യും. എന്നാലോ ഒരു ടൈറ്റ് ഫിറ്റ് ഡ്രസ് ഇട്ട് ഒരു ഡിസ്കംഫോർട്ട് ഒന്നും നമുക്ക് ഒട്ടും തന്നെ ഫീൽ ചെയ്യുകയില്ല. ആ ഒരു രീതിയിലാണ് ബോഡിക്കോൺ ഡ്രസ്സ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആര് തന്നെ ധരിച്ചിട്ടുണ്ടെങ്കിലും ഒരു അവർ ഗ്ലാസ് ബോഡി ഷേപ്പ് ഷോക്കേസ് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ബോഡിക്കോൺ ഡ്രസ്സ് അതിന്റെ ഒരു പാറ്റേൺ സ്റ്റിച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഡ്രസ്സ് ധരിച്ചുകൊണ്ട് നടക്കണം, എന്നാൽ സ്റ്റൈലിഷ് ആയിരിക്കണം, എന്നാൽ ബോഡി സെലിബ്രേഷനും, ഈ മൂന്നും കൂടി നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് ബെസ്റ്റ് ചോയ്സ് ആണ് ഇത്തരത്തിലുള്ള ബോഡിക്കോൺ ഡ്രസ്സുകൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ 3-3-3 റൂള് ഡ്രസ്സിങ്ങിന്റെയും സ്റ്റൈലിന്റെയും ഒക്കെ കാര്യത്തിൽ? അതായത് 3 ടോപ്പും 3 ബോട്ടവും 3 പെയർ ഷൂ ഉണ്ടെങ്കിൽ നമുക്ക്, അതായത് ഈ ഒരു 9 സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് 20 ടൈപ്പിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അതാണ് 3-3-3 റൂള് ഒരു സ്റ്റൈലിന്റെ കാര്യത്തിൽ, ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയുള്ളതിന്റെ കൂട്ടത്തിൽ ഒരു ബോഡിക്കോൺ ഡ്രസ്സും കൂടി ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയി നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ ടൈപ്പ് ബോഡി കർവ് ഉള്ളവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ബോഡിക്കോൺ ഡ്രസ്സിന്റെ സ്റ്റിച്ചിങ് പാറ്റേൺ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, അടിപൊളിയാണ് ധരിച്ചുകൊണ്ട് നടക്കാൻ. അപ്പൊ ഞാനിത് കാണിച്ചു തരാം, ഈ ഡ്രസ്സിന്റെ ഫുൾ വ്യൂ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കിക്കോളൂ. ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇട്ടേക്കാം. ഇത് മാത്രമല്ല, ഞാൻ 3-4 ഡ്രസ്സ് കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ, ബോഡിക്കോൺ ടൈപ്പിലുള്ള. എനിക്ക് നേരത്തെ മുതലുണ്ട് കുറച്ച് ഡ്രസ്സുകൾ. അപ്പൊ അതും പുതുതായിട്ട് മേടിച്ച ഡ്രസ്സുകളും എല്ലാം ഞാനൊന്ന് ഇട്ട് സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരാം. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കോളൂ. പിന്നെ ഏതാണ് എനിക്ക് ഏറ്റവും ചേരുന്നതെന്നുള്ള നിങ്ങളുടെ ഒപ്പീനിയനും കൂടി കമന്റ് സെക്ഷനിലേക്ക് എഴുതിയിടണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് വരാം. 4-5 ടൈപ്പിലുള്ള ബോഡി സ്റ്റൈലുണ്ട്. അപ്പൊ ആ എല്ലാത്തരം ബോഡി സ്റ്റൈൽ ഉള്ളവർക്കും, ബോഡി കർവ് ഉള്ളവർക്കും, അല്ലെങ്കിൽ ബോഡി ഫിഗർ ഉള്ളവർക്കും ഒരേപോലെ ധരിക്കാൻ പറ്റുന്ന വിധത്തിലാണ് നമ്മുടെ ഈ ഒരു ബോഡിക്കോൺ ഡ്രസ്സിന്റെ സ്റ്റിച്ചിങ് പാറ്റേൺ പോയിരിക്കുന്നത്. അതാണ് അതിന്റെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വർക്ക് എന്ന് പറയുന്നത്. ഞാനൊരു പിങ്ക് കളറുള്ള ഈ ഒരു ബോഡിക്കോൺ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ സ്റ്റൈൽ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. കളറ് മിഡി ടോപ്പ് എന്നുള്ള ഒരു ലുക്ക് തോന്നിക്കും, പക്ഷെ അങ്ങനെയല്ല. ഒരു സാധാരണ പോലെയുള്ള ഫ്രോക്ക് തന്നെയാണ്, നീ ലെന്ത് ഉള്ള ഒരു ഫ്രോക്കാണ്. ഇതിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വാച്ചും അതുപോലെ തന്നെ കുറച്ചൊരു ഹാങ്ങിങ് ആയിട്ടൊരു ഇയർ ജ്വല്ലറിയും പിന്നെ ഈ ഒരു ടൈപ്പ് ഷൂ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്താണെന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് സെക്ഷനിലേക്ക് എഴുതിയിട്ടു. നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ്, അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു മിഡി ടോപ്പ് ആ ഒരു ലുക്കിലേക്ക് വരും. എയർ ഹോസ്റ്റസ് ഒക്കെ വിയർ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ബോഡിക്കോൺ ഡ്രസ്സ്. You my one and only, yeah, I'm a fine. Yeah, get a little closer, bitch, put it on your baby. I'm a butterbur, you my one and only. I'm a fine, make you mine. You make me feel that I. You on my level, then shoot. I'm getting tired, 똑같은 질투. 더 높이 올라와, 공기도 달라, so high. I don't see you talking. You on my level, then shoot. I'm getting tired, 똑같은 질투. 더 높이. You on my level, then shoot. I'm getting you.
ഒരു ബോഡിക്കോൺ ഡ്രസ് എന്ന് പറയുന്നത് ഈ ഒരു ഓവർ കോട്ടോട് കൂടിയ ഈ ബ്ലൂ കളർ മനോഹരമായിട്ടുള്ള ഒരു പാറ്റേണിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല കംഫർട്ടാണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, പ്ലസ് ഒരു കൂളിംഗ് എഫക്റ്റും കൂടിയുണ്ട് ഇത് ഇടുമ്പോൾ. ഇതിന്റെ കൂടെ ഞാൻ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു ഓഫ് കളറുള്ള ഒരു സ്റ്റഡിന്റെ കുറച്ച് വലിയൊരു കമ്മലും, ആ കൂടെ തന്നെ ഒരു വലിയ മോതിരവും, പിന്നെ ഒരു വാച്ചും, പിന്നെ ഈ ടൈപ്പ് ഒരു ഷൂ ആണ് ഇതിന്റെ കൂടെ ഞാൻ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ബ്ലൂ കളറിന്റെ ഈ ഒരു ബോഡിക്കോൺ ഡ്രസ് ആയതുകൊണ്ട് ഇതിന്റെ കൂടെ വെള്ള കളർ അല്ലെങ്കിൽ ഓഫ് കളർ നന്നായിട്ട് ഭംഗിയായിട്ട് ചേർന്ന് പോകും. അപ്പൊ ഈ ഒരു ഡ്രസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിലേക്ക് എഴുതിയിടൂ. അപ്പൊ ഇതിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ വലിയൊരു മോതിരവും, ആ കൂടത്തെ നമ്മൾ ഒത്തിരി ഓർണമെന്റ്സ് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ, അതിൽ പെട്ട ഒരു കമ്മലാണിത്. വെള്ള കളറാണ്, കുറച്ചൊരു ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു ഇയർ ജ്വല്ലറിയാണ്. അപ്പൊ ഈ ഒരു നീല ഗൗൺ ആയതുകൊണ്ട് ഇതിന് ഈ വെള്ള കളർ നന്നായിട്ട് മാച്ചായി പോയിക്കോളും. പിന്നെ ഇതാ ഈ ഒരു വെള്ള സ്ലൈഡ്, പിന്നെ നമുക്കൊരു ജൂട്ടിയാണ്, ഒരു ബ്ലൂ ജൂട്ടിയാണ് ഞാൻ ഇതിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ ഗൗൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഞാനത് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് സെക്ഷനിലേക്ക് എഴുതിയതു. ഈ ഒരു ഡ്രസ്സുകളുടെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇടുന്നുണ്ട്. പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഗൗൺ ആണിത്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, ഇട്ടുകൊണ്ട് നടക്കാൻ നല്ല കംഫർട്ട് ഫീൽ ചെയ്യുന്ന വിധത്തിലുള്ള നല്ലൊരു ബോഡിക്കോൺ ഗൗൺ. അടുത്ത ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ബോഡിക്കോൺ പാറ്റേണുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഏത് ഡ്രസ്സ് ആണെങ്കിലും അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലേക്കുള്ളതാണെങ്കിൽ അതിന്റെ ഒരു പ്രത്യേക ഭംഗി കൂടുതലുണ്ടാവും അല്ലെ. ഇതും അതേ രീതിയിൽ തന്നെ വളരെ കംഫർട്ടായിട്ട് ഇട്ടുകൊണ്ട് നടക്കാം, വളരെ കംഫർട്ടായിട്ടുള്ള, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, എന്നാൽ വളരെ കംഫർട്ടായിട്ടുള്ള നല്ല ഒരു കർവി പാറ്റേണിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോഡിക്കോൺ ഡ്രസ്സാണിത്. അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു മോതിരവും, അതുപോലെ തന്നെ വെള്ള കളറിലുള്ള ഒരു കമ്മലും, ആ കൂടെ തന്നെ ഈ ഒരു ടൈപ്പ് ചപ്പലുമാണ് ഞാൻ ഇതിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഡ്രസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് സെക്ഷനിലേക്ക് എഴുതിയിടും. ഇതിന്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചോളൂ കേട്ടോ. Stay with me all night, 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 ബോഡിക്കോൺ ഡ്രസ്സുമാണ് എന്ന ഒരു ഫിറ്റ് ആൻഡ് ഫ്ലെയർ, ആ ഒരു ടൈപ്പിലുള്ള ഒരു ഫ്രോക്കും ആണ് കേട്ടോ. അടിപൊളിയായിട്ട് എനിക്ക് തോന്നി, നല്ലൊരു കളർ കോമ്പിനേഷനും കാര്യങ്ങളും ഒക്കെയാണ്, നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ പെയർ ചെയ്തിരിക്കുന്ന ആക്സസറീസ് എന്ന് പറയാൻ ഈ ഒരു പച്ചക്കളർ, ഇളം പച്ചക്കളർ ഷൂവും, കമ്മലും, ഒരു സ്റ്റഡ് കമ്മലും, വാച്ചും, ഈ ഒരു രീതിയിലാണ് ഞാനിത് പെയർ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് അത് ഒത്തുപോകും പോലെ തോന്നി. അപ്പൊ ഈ ഡ്രസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിലേക്ക് എഴുതിയിട്ടുള്ളൂ. വളരെ കംഫർട്ടാണ്, ഫ്രോക്കാണ് എന്ന ഒരു ബോഡിക്കോൺ ഒരു ഫിറ്റ് ആൻഡ് ഫ്ലെയർ ടൈപ്പ് ഡ്രസ്സുമാണിത്. ഇപ്പൊ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് കൂട്ടുകാരെ. അപ്പൊ ഞാൻ ഇനി വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ നിർത്തി. ഇനി വൈകുന്നേരം ആകുമ്പോൾ എല്ലാ ദിവസം മഴയായിരിക്കും, കറണ്ട് ഉണ്ടാവില്ല. അതിനു മുമ്പ് നമ്മുടെ പണികളെല്ലാം തീർക്കണം. അപ്പൊ ഞാൻ ചീരയും കറിവേപ്പിലയും പച്ചമുളകും പിന്നെ പപ്പായും പറിച്ചിട്ട് വന്നു കേട്ടോ. നമ്മുടെ ഐറമുളാണെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ അമ്മ എന്നാ പിന്നെ ജോലിയൊക്കെ ചെയ്തോ, ഞാൻ എന്നാ പിന്നെ ഒന്നോടെ പറമ്പിക്കടയും ഗേറ്റിന്റെ അടുത്തൊക്കെ പോയി നോക്കിയിട്ട് വരാം, ഞാനിവിടെ തന്നെ ഉണ്ട് കേട്ടോ എന്നുള്ളൊരു മട്ടിലാണ് കേട്ടോ. അതിന്റെ ഒരു ഭാവവും വർത്താനവും ഒക്കെ ഫുൾ ടൈം 24/7 നമ്മളെ മാത്രം ആലോചിച്ച് നമ്മളെ മാത്രം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു ജീവിയാണ് കേട്ടോ. അപ്പൊ ഞാൻ രണ്ടുപേരും കൂടെ ഒന്നിച്ച് അധികം പഴിച്ചു വിടാറില്ല, കാരണം ഇവിടെ തിരിച്ച് മറിച്ചെടുത്ത് വെക്കും കേട്ടോ. എല്ലാം നശിപ്പിച്ച് രണ്ടും കൂടി ഭയങ്കര ക്രൈം ചെയ്യലാട്ടോ. ഞാൻ നട്ടിരിക്കുന്ന പച്ചക്കറികളും അത് ഇത് ചേമ്പൊക്കെ മാന്തി പുറത്തെടുത്ത് വെക്കും കേട്ടോ. അങ്ങനെയാണ്. അതുകൊണ്ട് ഞാനിപ്പോ അധികം ഓരോരുത്തരും മാത്രം അഴിച്ചു വിടും. പിന്നെ ചിലപ്പോൾ നമ്മുടെ പ്രസൻസ് ഇവിടെ ഉള്ളപ്പോൾ രണ്ടുപേരെയും കൂടി ഒന്നിച്ച് മുറ്റത്തങ്ങ് അഴിച്ചു വിടും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോ വേഗം കുക്ക് ചെയ്യട്ടെ കേട്ടോ. കുക്ക് ചെയ്യണം, പിന്നെ എല്ലാം ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കണം. പിന്നെ നാളത്തേനുള്ള കൊറിയറിനുള്ള സ്ലിപ്പ് എല്ലാം അച്ഛന് അഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കണം. അങ്ങനെ കുറെ ജോലികളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ കുറെ പേരെന്നോട് പറഞ്ഞിരുന്നു പാമ്പ് ഒക്കെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. നമ്മളെല്ലാം നെറ്റ് അടിച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് അങ്ങനെ അറ്റാക്ക് ഒന്നും ഉണ്ടാവത്തില്ല, പുറത്ത് പിന്നെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. പക്ഷിക്കുഞ്ഞാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ വാതിലും അടച്ച് ലൈറ്റും ഓഫ് ആക്കി ഇടും. അപ്പൊ പിന്നെ കുറച്ചു നേരം ഇത് ഇരുട്ടാന്ന് ഓർത്ത് അങ്ങനെ സമാധാനപ്പെട്ടിരുന്നോളൂ. രാത്രി എങ്ങനെ ആയോ എന്നുള്ള ഡൗട്ട് ഇല്ലെങ്കിൽ സ്വൈര്യം തരത്തിലാണ്. ഭയങ്കര ഫുൾ ടൈം അത് നമ്മുടെ പ്രസൻസ് വേണം, നമ്മുടെ മേത്തിരിക്കണം. അങ്ങനെയാണ് ചേട്ടന്. ഉച്ച വരെ അതിന് കുളി ഭയങ്കര വൃത്തിന്റെ ആശാനാട്ടോ. എല്ലാ ദിവസവും കുളിപ്പിച്ചില്ലേ ഭയങ്കര പ്രശ്നമാട്ടോ. ഭയങ്കര കരച്ചിലും ബഹളമാണ് വെള്ളം കാണുമ്പോഴത്തേക്ക്. അങ്ങനെ എല്ലാ ദിവസവും കുളിപ്പിക്കും. കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉച്ച വരെ എന്റെ കൂടെ നടക്കല്, പിന്നെ ഫുഡ് അടിക്കല്, അതൊക്കെ. ഉച്ച കഴിഞ്ഞാൽ പിന്നെ അത് എക്സസൈസ് ആയി, ഗ്രൂമിങ് ആയി, ഒന്നും പറയണ്ട. ഇതിന്റെ കാര്യം കേട്ടോ ഭയങ്കര രസമാണെന്നറിയോ. മുഴുവന് പല്ല് മുതൽ തേക്കുമെന്ന് എനിക്ക് തോന്നുന്നത്, എല്ലാം ബോഡി മുഴുവൻ ഗ്രൂമിങ് ആട്ടോ. ഇനി 5 മണി ഉറങ്ങാനുള്ളതാണ് കേട്ടോ ചേട്ടന്. അതിനു മുമ്പ് ഭയങ്കര ഗ്രൂമിങ് ആയിരിക്കും. പക്ഷെ അന്നേരമൊക്കെ നമ്മുടെ പ്രസൻസ് വേണം, അതാണ്. ഇല്ലെങ്കിൽ
ഭയങ്കര കരച്ചില്ല, ഹോൺ അടിക്കുമ്പോൾ കി 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങും കേട്ടോ. കുറെ നേരം നമ്മൾ കണ്ടില്ലെങ്കിൽ അങ്ങനെയാണ്. നമ്മുടെ പ്രസൻസ് അടുത്തിട്ടേ ഓക്കെ. പിന്നെ എക്സസൈസ്, ഭയങ്കര സ്ട്രെച്ചിങ് എക്സസൈസ് എല്ലാം കൂടിയാണ് ഉറങ്ങുന്നതിന് മുമ്പ്. ഭയങ്കര രസമാണ് കൂട്ടുകാരെ. ഇതിന്റെ കൂടെ എന്റെ ടൈം പോകുന്ന അറിയില്ല കേട്ടോ. ഇത് മാത്രമല്ല വേറൊരു കുഞ്ഞു ജീവിയും കൂടി ഉണ്ട് കേട്ടോ. എന്റെ ചോട്ടിൽ നിപ്പുണ്ട് കേട്ടോ. അമ്മ ഇനിയിപ്പോ എന്താക്കാൻ പോവാ എന്നുള്ള മട്ടില് എന്നെ ഇങ്ങനെ മുട്ടി ഒരുമി നമ്മുടെ മിലോക്കുട്ടൻ നിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഞാൻ വേഗം കുക്ക് ചെയ്യട്ടെ. ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര മഴയാവും, കറണ്ട് പോകും. അപ്പൊ അതിനു മുമ്പ് നമുക്ക് കുക്കൊക്കെ ചെയ്ത് ഒന്ന് അടിച്ചു വാരി കുളിച്ച് ചൂടുവെള്ളമൊക്കെ ഇട്ട് കുളിച്ച് വൃത്തിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എഡിറ്റിങ് കാര്യങ്ങൾ കറണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ അങ്ങനെയൊക്കെയാണ്. അപ്പൊ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ നമ്പറിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് ഇട്ടുള്ളൂ കേട്ടോ. ഇന്ന് എനിക്ക് പനീർ കറി വെക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. പിന്നെ പപ്പായ തോരനും ചീര തോരനും വെക്കാമെന്ന് ഞാൻ ഓർത്തിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ പറ്റിയ കുക്കിംഗ് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ ഒരു വിശേഷം. ഡ്രസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, വേറെ കുറേ നല്ല ഡ്രസ്സും കൂടി ഉണ്ട് കേട്ടോ. എനിക്കെല്ലാം കൂടി ഷൂട്ട് ചെയ്യാൻ ടൈം കിട്ടിയില്ല. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പൊ ശരി കൂട്ടുകാരെ, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറയാനായില്ല, എന്നാലും ഗുഡ് നൈറ്റ് പറയുക. ഇനിയിപ്പം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വേഗം കുളിച്ച് ഉറങ്ങട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി, ടാറ്റാ, ബൈ ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് സെക്ഷനിലേക്ക് എഴുതിയിടണം. പിന്നെ ലൈക്കും ഷെയറും, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എനിക്ക്